ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിക്ക് ഫുഡ് പോയിസൺ ആണെന്നും പറഞ്ഞ് ഡോക്ടർ നോക്കി മരുന്നൊക്കെ കൊടുത്ത് റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ആണെങ്കിൽ ഡോക്ടറൊക്കെ ഒപ്പം ഓടിച്ചെന്നു അമ്മയെ ഹോസ്പിറ്റലിലേക്ക് എങ്ങാനും മാറ്റണമെന്ന് ചോദിച്ച്. വേണ്ട സച്ചി, ഞാൻ പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പോൾ ശരി, ഓക്കെ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ അമ്മ എന്താ കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ രേവതി ഉണ്ടാക്കി വെച്ച ജ്യൂസ് കുടിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അമ്മ ഈ ഫുഡ് പോയിസൺ ആവാനും മാത്രം എന്താ കഴിച്ചതെന്ന് ഇവർ ചോദിച്ചതാ. ഇവിടുത്തെ ഭക്ഷണം കഴിച്ചാൽ നമുക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ അതിന് എന്ന നേരത്തേക്ക് നമ്മുടെ അച്ഛൻ പറഞ്ഞു കേട്ടോ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുവാണേ. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രേവതി പോയിട്ട് പറന്ന് വീട്ടിലേക്ക് വരുക. രേവതി ഓടി വീട്ടിലേക്ക് വന്നു. ആ ഒരു സമയത്ത് സച്ചി അവിടെ ഉമ്മറത്ത് നിൽപ്പുണ്ടായിരുന്നു. രേവതി, നീ ഇതെവിടെ പോയതാണെന്ന് ചോദിച്ചു. അതാരാ സച്ചേട്ടാ? അപ്പോൾ ബിന്ദു ഡോക്ടറാണ് വന്നത്. നിനക്കെന്താ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ എന്തിനാ ഇവിടെ വന്നേ? അത് പിന്നെ അമ്മയ്ക്ക് നല്ല സുഖമില്ല എന്ന് പറഞ്ഞു. അയ്യോ, സുഖമില്ലേ? അമ്മയ്ക്കെന്താ പറ്റിയേ? അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഓടി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ അച്ഛാ, അമ്മയ്ക്ക് എന്താ പറ്റിയതെന്നും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അമ്മ വയറിന് നല്ല സുഖമില്ല, ഫുഡ് പോയിസൺ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും രേവതി വല്ലാണ്ടായിട്ടോ. രാവിലെ ആൻറ്റി എന്താ വേറെ കഴിച്ചതെന്ന് ചോദിച്ചപ്പം രേവതി ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. അയ്യോ, ഇഡലിയും സാമ്പാറും ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞു. അത് തന്നെയല്ലേ നമ്മളെല്ലാവരും കഴിച്ചത്. ഇവിടെ നമുക്ക് ആർക്കും പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. അതെ ചന്ദ്രേ, നീ വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കി കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചു. ഞാനൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞു ചന്ദ്ര ഇരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് തരാതെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുക. അമ്മ ഇടയ്ക്കൊക്കെ അമ്മ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് എന്ന് ശ്രുതി പറയുമ്പോൾ പോടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര വന്നിരിക്കണം. പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഇവളായിട്ട് വേറെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടുമില്ല. ചേടാ, നമ്മളെല്ലാവരും കഴിച്ച ഭക്ഷണം തന്നെയാണല്ലോ ഇവളും കഴിച്ചേ. നമുക്ക് ആർക്കും ഒരു ഫുഡ് പോയിസണും ഇല്ലല്ലോ, പിന്നെ ഇവൾക്ക് മാത്രം എങ്ങനെയാ അത് വന്നേ എന്ന് രവി ഏട്ടൻ ചോദിക്കുക. ആ സമയത്ത് ഇവരെല്ലാവരും നിന്ന് ആലോചിക്കുക. ശ്രുതി അന്നേരം അച്ഛാ എന്താ മോളെ? അത് പിന്നെ അമ്മ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ രേവതി പറയുക. അപ്പോൾ അതെല്ലാവരും രേവതിയെ തന്നെ നോക്കുക കേട്ടോ. ശരിയാ, എനിക്ക് ഇപ്പോഴും അത് ഓർമ്മ വന്നത്. ഇവളുണ്ടാക്കി വെച്ചിരുന്ന പൈനാപ്പിൾ ജ്യൂസ് അതെ ഞാനെടുത്ത് കഴിച്ചായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് രേവതി ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഒരു പ്രതിയായിട്ട് ഇങ്ങനെ നിൽക്കാം. നീ പൈനാപ്പിൾ ജ്യൂസൊക്കെ എല്ലാവരും കഴിക്കുന്നതല്ലേ സ്ഥിരം, ഇങ്ങനെയൊക്കെ ഇതൊക്കെ കുടിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കേടുവന്ന പൈനാപ്പിൾ കൊണ്ടാവും ജ്യൂസ് അടിച്ചിട്ടുണ്ടാവുക എന്ന് പറയുമ്പം അയ്യോ അല്ല, നല്ല പൈനാപ്പിൾ കൊണ്ട് തന്നെയാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയതെന്ന് രേവതി. അത് പിന്നെ ഞാൻ സച്ചേട്ടന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസാണെന്നും അതാ അമ്മ എടുത്ത് കുടിച്ചതെന്നും പറഞ്ഞു. അവന് വേണ്ടി ഉണ്ടാക്കി വെച്ച ജ്യൂസ് അമ്മ എടുത്ത് കുടിച്ചു എന്ന് കരുതി ഫുഡ് പോയിസൺ ഉണ്ടാവുമോ എന്ന് ശ്രുതി അന്നേരം ചോദിച്ചു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചത് കൊണ്ടൊന്നും ആയിരിക്കില്ല ഫുഡ് പോയിസൺ ഉണ്ടായത്. അച്ഛൻ അങ്ങനെ മോശം പൈനാപ്പിൾ ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരില്ലല്ലോ. അന്നേരം അച്ഛൻ ചാടിക്കയറി പറഞ്ഞു, ശ്രുതി ഞാനിവിടെ ആർക്കും പൈനാപ്പിൾ ഒന്നും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടില്ല ഇത്. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം രേവതി, നീയല്ലേ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടമായതുകൊണ്ട് ജ്യൂസ് അടിച്ച് തരാനായിട്ട് അച്ഛൻ പൈനാപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന്. അപ്പോഴേക്കും മോളെ നീ അങ്ങനെ പറഞ്ഞു? ഇതുവരെ ആരുടെ ഇഷ്ടം നോക്കി ഞാനിവിടെ ആർക്കും ഒന്നും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടില്ല എന്ന് നമ്മുടെ അച്ഛൻ അന്നേരം പറയാം. രേവതി, നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞതെന്ന് സച്ചി അന്നേരം രേവതിയോട് ചോദിക്കുന്നു. അപ്പം സച്ചേട്ടന് ആ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നമ്മുടെ രേവതി പറയുക. അച്ഛൻ സച്ചേട്ടന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും സച്ചേട്ടൻ അത് കുടിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് രേവതി പറയാം. ആ ജ്യൂസിൽ ഞാനൊരു മരുന്ന് കലർത്തിയിരുന്നു എന്ന് രേവതി പറഞ്ഞു. അപ്പം അത് കേട്ടപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നോക്കുന്നു, എല്ലാവരും നോക്കുന്നു. മരുന്നോ? എന്തു മരുന്ന്? അപ്പോൾ സച്ചേട്ടനെ കുടി നിർത്താൻ വേണ്ടിയിട്ടുള്ള മരുന്നാണെന്ന് പറയുമ്പം അയ്യോ ഞാനിപ്പം മരിക്കുവേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് കാർച്ചു തുടങ്ങി. രേവതി പിന്നെ സത്യസന്ധ ആയതുകൊണ്ട്, രേവതിക്ക് സത്യസന്ധത വെച്ചിട്ട് കൂടുതലായതുകൊണ്ട് രേവതി എല്ലാം അങ്ങോട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങ് വിളിച്ചു പറയുക. അപ്പം ചന്ദ്രമതി അവർക്കൊന്ന് ചങ്കത്തടിയും നിലവിളിയും കരച്ചിലും. ചന്ദ്രൻ നീ ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കാൻ രവിയേട്ടൻ അയ്യോ എന്ന് പറഞ്ഞു. അത് അവനുണ്ടാക്കി വെച്ച ജ്യൂസ് നീ എന്തിനാ എടുത്ത് കുടിക്കാൻ പോയതെന്ന് രവിയേട്ടൻ അന്നേരം ചോദിച്ചു. ചന്ദ്രമതിക്ക് പിന്നെ വെപ്രാളം കൂടി ഇതങ്ങ് അറിഞ്ഞു കഴിഞ്ഞപ്പം. നമ്മുടെ സച്ചി ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക. അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി വല്ലാത്തൊരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും സച്ചിയേട്ടന് മരുന്ന് കലർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് കുടിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അറിയാതെ ജ്യൂസിൽ കലർത്തി കൊടുക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചിക്കും ഭയങ്കര വിഷമമായി. രവിയേട്ടനും എല്ലാവരും ഇങ്ങനെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക. ശ്രുതിയല്ല കേട്ടോ, ചന്ദ്രമതി പിന്നെ വല്ലാത്ത ഒരു വേദന, പിന്നെ എക്സ്ട്രാ കെയർ വന്ന അവസ്ഥയിലിരിക്കുന്നു. അപ്പോൾ ശ്രുതിക്ക് ചിരിയാണ് വരുന്നത് ഇതൊക്കെ കേട്ടിട്ട്. അപ്പോൾ സച്ചേട്ടന് ജ്യൂസ് എടുക്കാൻ ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ അമ്മ അത് മുഴുവനും കുടിച്ചിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ
അപ്പം ഇവൻ കാരണം എനിക്കിങ്ങനെ പറ്റിയത്. ആ ഡോക്ടർ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ പോയേനെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയാം. നിന്നെ ഇന്ന് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ തല്ലാൻ ചെല്ലുക ചന്ദ്ര. അപ്പോൾ രവിയേട്ടൻ നീ എന്നതാടി ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അടങ്ങിയിരിക്കാൻ പറഞ്ഞു. അവിടെ രേവതിക്ക് 8ന്റെ പണി. രേവതിയുടെ വായിലെ നാവ് നല്ലതായതുകൊണ്ട് രേവതിക്ക് അവിടെയും പണി കിട്ടുക. അവന് കൊടുക്കാനോ ഉണ്ടാക്കി വെച്ചതെങ്കിൽ അത് നീ കൊണ്ടുപോയി കൊടുക്കല്ലേ വേണ്ടതെന്ന് ചോദിക്കുക. എന്തിനാടി അത് അടുക്കളയിൽ വെച്ചിട്ട് പോയത് എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിച്ചു. സച്ചി ആരെങ്കിലും ആകെ വിഷമിച്ചിരിക്കുമ്പം അവളത് അവിടെ വെച്ചെന്ന് കരുതി നീ എന്തിനാ ചെന്നത് എടുത്ത് കുടിക്കാൻ പോയതെന്ന് രവിയേട്ടൻ അന്നേരം ചോദിച്ചു. അല്ലെങ്കിലും പാല് കട്ട് കുടിക്കുന്ന കള്ളിപ്പൂച്ചയുടെ സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാണെന്ന് രവിയേട്ടൻ ചന്ദ്രയെ പറ്റി പറയാം. രേവതി ആൻറ്റി ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ മരുന്ന് കലർത്തിയ കാര്യം നീ പറയണ്ടായിരുന്നോ എന്ന് ശ്രുതി രേവതിയോട് ചോദിക്കാം. ഒന്നും പറയാതെ നീ നിന്റെ പാട്ടിന് എവിടേക്കോ പോയതല്ലേ എന്ന് ചോദിച്ചു. അയ്യോ, മരുന്ന് പറഞ്ഞു തന്ന ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടിയില്ല. നേരിട്ട് കണ്ട് ഇക്കാര്യം പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനാണ് ഞാൻ പോയതെന്നുള്ള കാര്യം രേവതി ഇവരോട് പറയുക. സച്ചി അവിടെ തല കുനിഞ്ഞു പോയിട്ടോ, തല കുനിച്ച് നിൽക്കുക. വയറിളക്കം ഉണ്ടാകും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് ശരിയാകുമെന്നാ ചേച്ചി പറഞ്ഞെന്ന് പറയുമ്പം നീ ഒന്ന് പൊടി ബാത്റൂമിൽ പായ വിരിച്ച് കിടക്കേണ്ട സ്ഥിതിയായിരുന്നു എനിക്കെന്നും ഞാൻ മരിച്ചേനെന്നും ചന്ദ്രമതി പറയുക. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അന്നേരം അവിടെ നിൽക്കുക കേട്ടോ. നിനക്ക് വിവരം ഇല്ലേടി, ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് സുധി അന്നേരം രേവതിയോട് ചോദിക്കാം. ഇവൻ ആദ്യമായിട്ടാണോ കുടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധി രേവതിയെ കുറ്റപ്പെടുത്തുമ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ ഒരു നോട്ടം കേട്ടോ. രേവതി ആണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര കരച്ചിലും. സച്ചി ഭയങ്കര ഇതിൽ ഇങ്ങനെ രേവതിയെ നോക്കുക. നീ എന്തു മരുന്ന് കൊടുത്താലും ഇവൻ്റെ കുടി നിർത്താനേ പറ്റില്ല, അവൻ ഇനിയും കുടിക്കും. വേണമെങ്കിലേ നീ കൊടുത്ത ആ മരുന്ന് അവൻ മദ്യത്തിൽ ഒഴിച്ച് കലക്കി കുടിക്കും, അല്ലാതെ അവൻ ഈ ജന്മത്ത് കുടി നിർത്തില്ലെന്നും പറഞ്ഞ് സുധി കിട്ടിയ അവസരത്തിൽ സച്ചിയെ കളിയാക്കുക. സച്ചി കടിച്ചു പിടിച്ച് അവിടെ നിൽക്കുക കേട്ടോ. രേവതി, ആൻറ്റിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ശ്രുതി രേവതിയോട് ചോദിക്കുന്നു. എനിക്ക് എന്തെങ്കിലും പറ്റാൻ വേണ്ടി തന്നെയാ ഇവൾ അങ്ങനെ ചെയ്തതെന്നാ ചന്ദ്രമതി ഇപ്പം പറയുന്നത്. വെളുക്കാൻ തേച്ചത് പണ്ടായി, അല്ലാതെ ഒന്നും പറയാതെ ഇവൾ ഇവിടെ നിന്ന് സ്ഥലം വിടു പോവോ, മരിക്കട്ടെ എന്ന് കരുതി തന്നെയാ ഇവൾ ഇവിടെ നിന്ന് പോയതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകൾ ഇറക്കുമ്പോൾ അമ്മ അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. മിണ്ടാതിരിക്കുക, എനിക്ക് എൻ്റെ ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല, നിന്നെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ തല്ലാൻ ചെല്ലുമ്പോഴേക്കും എടി ആനങ്ങാണ്ട് കിടക്ക അവിടെ, ആ കൊച്ചൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പിന്നെ എന്തിനാ നീ അവളെ കുറ്റപ്പെടുത്തുന്നതെന്ന് രവിയേട്ടൻ ചോദിച്ചു. ഇവിടെ ആരും രേവതിയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നോടുകൂടിയാണ് ഞാൻ പറഞ്ഞതെന്ന് സുധിയോട് പറയുമ്പോൾ എടാ ഇവള് കാരണമല്ലേ അമ്മയ്ക്ക് ഇപ്പം ഈ ഒരു അവസ്ഥ സംഭവിച്ചത്. അവള് കാരണം? അവളെങ്ങനെയാടാ കാരണമായത്? അമ്മയെ ജ്യൂസ് കുടിക്കുന്നു പറഞ്ഞ് ഇവളെന്താ അമ്മയുടെ പിന്നാലെ നടന്നോ? നീ കണ്ടോ നടക്കുന്നതെന്നൊക്കെ അച്ഛൻ സുധിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുക. അയ്യോ എന്ന് പറഞ്ഞിരിക്കുക ചന്ദ്രമതി. ഇവൾ ആരും കാണാതെ എടുത്ത് കട്ട് കുടിച്ചതല്ലേ, അവളുടെ ഭർത്താവിൻ്റെ കുടി നിർത്താൻ വേണ്ടി അവൾ ജ്യൂസിലും മരുന്ന് കലർത്തി വെച്ചു. അതെന്തിനാ ഇവളെടുത്ത് കുടിച്ചത്? ഇവൾക്ക് അതിൻ്റെ ആവശ്യമുള്ളതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ പറയുക. ഭർത്താവിൻ്റെ മോശ സ്വഭാവം നിർത്താൻ വേണ്ടിയിട്ട് അവളൊരു നല്ല കാര്യമല്ലേ ചെയ്തത്, അല്ലേ? ഇവൻ ചെയ്ത കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു. അതിലേറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട് നിൽക്കുന്നത് ഇപ്പം രേവതിയാണെന്നും അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൻ്റെ കുടി നിർത്താൻ വേണ്ടി രേവതി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റു പറയാൻ പറ്റത്തില്ല എന്നും അച്ഛൻ പറയുക. അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുക. സച്ചി രേവതിയെ നോക്കുന്ന നോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയനീയമായിട്ടൊരു നോട്ടം. ഒരുവൻ കുടിക്കുമ്പോൾ അവൻ്റെ ശരീരവും മനസ്സും കെട്ടുപോകും, എന്നാലേ ജീവിതം തന്നെ കെട്ടുപോകുന്ന ഒരാളുണ്ട് ഇവിടെ. അതവൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യം രവിയേട്ടൻ ഇങ്ങനെ പറയുന്നു. സച്ചിക്ക് ആകെ കുറ്റബോധത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശ്രുതിയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അവനോടുള്ള സ്നേഹം കൊണ്ടാ രേവതി മോളെ അങ്ങനെ ചെയ്തത്, അതൊന്നും മനസ്സിലാക്കാനുള്ള മനസ്സ് നിനക്കൊന്നും ഇല്ലയെന്നും പറഞ്ഞു. നമ്മൾ അവളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടതെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അവൾക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞ് എല്ലാ കീടങ്ങളോടും പറഞ്ഞു കൊടുക്കുക. പക്ഷെ അവൾക്കൊപ്പം നിൽക്കില്ലെന്നുള്ള കാര്യം അച്ഛൻ അറിയാം, എന്നാലും പറഞ്ഞു കൊടുക്കുക. ഈ സമയത്ത് ചന്ദ്രമതി ആടിക്കൊണ്ടിങ്ങനെ ഇരിക്കുക. രേവതി മോളുടെ ഭാഗത്താണ് ശരിയെന്നും രേവതി മോളാണ് ശരിയെന്നും പറഞ്ഞു. ഇനിയെങ്കിലും ചിലർക്കൊക്കെ നല്ല ബുദ്ധി വന്നാൽ നല്ലതെന്നും രവിയേട്ടൻ സച്ചിയോട് പറയുന്നു. സച്ചി ഇതൊക്കെ കേട്ട് വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്നിട്ട് തകർന്ന് തരിപ്പണമായി സച്ചി ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് ഉമ്മറത്ത് നോക്കിയിരിക്കുക. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്ന് സച്ചിയുടെ അടുത്തിരുന്നു. ഞാനൊരു മുഴുക്കുടിയനാണോ രേവതി എന്ന് സച്ചി അന്നേരം രേവതിയോട് ചോദിച്ചു. രേവതി ഇങ്ങനെ അടുത്ത് വന്ന് സച്ചിയോട് മിണ്ടാതെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. രേവതി, നീയും എന്നെ ഒരു മുഴുക്കുടിയനായിട്ടാണ് കണ്ടിരിക്കുന്നതല്ലേ രേവതി എന്ന് ചോദിക്കുക. സച്ചി കരഞ്ഞുകൊണ്ട്. അല്ലേ, നീയും എന്നെ ഒരു കുടിയനായിട്ടല്ലേ കണ്ടിരിക്കുന്നതെന്നൊക്കെ സച്ചി ചോദിച്ചു. ദേ എവിടെയെങ്കിലും കുടിച്ച് ഞാൻ വീണ് കിടക്കുന്നത് നീ കാണാറുണ്ടോ? ഇപ്പോൾ ആരുടെയൊക്കെ കുടി നിർത്താൻ അവരുടെ ഭാര്യമാർ
അവരറിയാതെ മരുന്ന് കൊടുക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യ എനിക്ക് തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയാം. ഇപ്പം എൻ്റെ ഭാര്യയും എന്നെ ആ കണക്കിൽ പെടുത്തിയെന്നൊക്കെ പറയുമ്പോൾ ഒരു മുഴുക്കൊടിയനെ ഞാൻ ഒരിക്കലും സച്ചേട്ടനെ കണ്ടിട്ടില്ല എന്ന് രേവതി അന്നേരം സച്ചിയോട് പറഞ്ഞു. എൻ്റെ സച്ചേട്ടൻ അങ്ങനെ മാറുമെന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ രേവതി ഇങ്ങനെ പറയുവാണ്. രേവതി അത് പറഞ്ഞിട്ട് സച്ചിയുടെ മുന്നിൽ തൻ്റെ ദയനീയ അവസ്ഥ നിസ്സഹായത പറയും. അപ്പോൾ രേവതി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ രേവതി, ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്, നീ എന്താ എന്നെ വിശ്വസിക്കാത്തതെന്ന് സച്ചി രേവതിയോട് ചോദിക്കുക. വിശ്വസിക്കാൻ തെളിവില്ല എന്ന് രേവതി അന്നേരം പറയുക. എന്നാൽ വിശ്വസിക്കാതിരിക്കാൻ തെളിവുണ്ട് താനുമെന്നും രേവതി സച്ചിയോട് പറഞ്ഞു. അങ്ങനെ രേവതി കരഞ്ഞുകൊണ്ട് സച്ചിയോട് പറയുക കേട്ടോ, ഒരിക്കലും കുടിക്കാത്ത ആളൊന്നും അല്ലല്ലോ ഈ പറയുന്നത്, ആണോ? അല്ലല്ലോ. കുടിക്കരുതെന്ന് ഞാൻ എത്ര തവണ സച്ചേട്ടനോട് പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ സച്ചി ഇരുന്ന് ചിരിക്കും കേട്ടോ രേവതിയുടെ മുന്നിൽ. ഞാൻ പറഞ്ഞതൊന്നും സച്ചേട്ടൻ കേട്ടില്ലല്ലോ, കേട്ടോ എന്ന് ചോദിച്ചു. അപ്പം ചില വിഷമങ്ങൾ വരുമ്പോഴേ അത് മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് സച്ചി രേവതിയോട് പറയുക. എന്നാൽ ഞാനൊരു മുഴുക്കുടിയനൊന്നും അല്ല ഇത് ഞാൻ. അപ്പോൾ കുടിക്കുന്നവരതിന് എപ്പോഴും എന്തെങ്കിലും കാരണങ്ങളും ന്യായീകരണങ്ങളൊക്കെ കണ്ടെത്തും. സച്ചേട്ടനും അങ്ങനെ ഒരു കാരണം കണ്ടെത്തിയെന്ന് രേവതി സച്ചിയോട് പറയുവാണ്. കുടിച്ചാൽ വിഷമം മറക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ സച്ചേട്ടനേക്കാളും കുടിക്കേണ്ടത് ഞാനല്ലേ എന്ന് ചോദിച്ചു. മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ സച്ചേട്ടൻ എന്നോട് പറഞ്ഞുകൂടെ ചോദിക്കുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല രേവതി, എൻ്റെ അമ്മയാണെങ്കിൽ സത്യം ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. നീ എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ രേവതി, നിനക്കും എന്നെ വിശ്വസിക്കാൻ തോന്നുന്നില്ലല്ലോ. നിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ നമ്മുടെ നാടങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ രേവതിയുടെ മുന്നിൽ ഇരുന്ന് പറയണം. ഒരാളെ എങ്ങനെ കാണുന്നുവോ മരിക്കുന്നത് വരെ അയാളെ അങ്ങനെ മാത്രമേ കാണുകയുള്ളൂ എന്നുള്ള കാര്യവും സച്ചി ഇങ്ങനെ രേവതിയോട് പറഞ്ഞു. എന്നെയും എല്ലാവരും ആ കണ്ണുകൾ കൊണ്ടേ കാണുള്ളൂ എന്ന് എനിക്കറിയാം. പണ്ട് ടാക്സി സ്റ്റാൻഡിൽ ഡ്രൈവർമാർ പറഞ്ഞു കേട്ടൊരു സംഭവമുണ്ട്. ഒരാൾ ബസ് സ്റ്റോപ്പിൽ കുഴഞ്ഞു വീണു. വല്ലപ്പോഴൊക്കെ കുടിക്കുന്ന ഒരാളായിരുന്നു. അന്ന് അയാൾ കുടിച്ചിട്ടും ഇല്ലായിരുന്നു. അദ്ദേഹം കുഴഞ്ഞു വീണ് അവിടെ കിടക്കുന്നത് കണ്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല, കുടിയനാണെന്നും പറഞ്ഞ്. ആ ആൾ അവിടെ കിടന്നു മരിച്ചു. ആരെങ്കിലും ഹോസ്പിറ്റലിലൊന്നും അദ്ദേഹത്തിന് എത്തിച്ചിരുന്നെങ്കിലേ അയാൾ മരിക്കില്ലായിരുന്നു എന്ന്. അതൊക്കെ കേട്ട് രേവതി ഭയങ്കര കരച്ചിലോടെ ഇരിക്കുക. ചിലപ്പോൾ എൻ്റെ ഗതിയും അതൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി കരയുമ്പോൾ രേവതി ആകെ തണ്ടായിപ്പോയി. കുടിയനെന്നുള്ള വിളിപ്പേര് മാറാത്തിടത്തോളം എന്നെ ആരും മനസ്സിലാക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സച്ചേട്ടാന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ കരയുന്നു. രേവതിയുടെ മടിയിലേക്ക് കിടന്ന് സച്ചി ഭയങ്കര കരച്ചിൽ. ഞാൻ കുടിച്ചിട്ടില്ല രേവതി, ഞാൻ കുടിച്ചിട്ടില്ല, നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയുടെ കാലേ വീണ് കരഞ്ഞു പറയുക. രേവതി അന്നേരം അവിടെ കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാം. എന്നെ നിനക്കറിയാവുന്നതല്ലേ രേവതി, ഞാൻ കുടിച്ചിട്ടില്ല രേവതി, നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക രേവതി. നീ രാവും പകലും ഉറക്കം ഒളിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നീ എനിക്ക് വാങ്ങിത്തന്ന വണ്ടിയാ അത്. ആ വണ്ടി ഞാൻ നശിപ്പിച്ച് കളയോ രേവതി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര അത് ഞാനിങ്ങനെ നഷ്ടപ്പെടുത്തി കളയില്ല രേവതി എന്നൊക്കെ പറയുക. എനിക്കറിയില്ലേ നിൻ്റെ കഷ്ടപ്പാട് എത്രയെന്ന്, ഞാൻ നിന്നോട് കള്ളം പറയില്ല രേവതി, ഞാൻ കുടിച്ചിട്ടില്ല രേവതി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്ക് രേവതി സച്ചിയുടെ തലയിലൊക്കെ കൈ പിടിച്ചിങ്ങനെ ഇരിക്കുക. ഇനി രേവതി ഇറങ്ങാൻ പോകുന്നത് സച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാട്ടോ നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.